and welcome you all for today's morning prayer. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ മോർണിംഗ് പ്രേയറിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും അനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. स्तुति के योग्य यीशु नाम, हर एक जुबान ये गाएगी, यीशु पवित्र है। धन्य धन्य यीशु नाम, स्तुति के योग्य यीशु नाम, हर एक जुबान ये गाएगी, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, मेरा यीशु पवित्र है। दोष मेमना, हर एक जुबान ये गाएगी, यीशु पवित्र है। मेरे पापों को धो दिया परमेश्वर का निर्दोष मेमना, हर एक जुबान ये गाएगी, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, मेरा यीशु पवित्र है। हालेलुया, स्वर्गदूत और सारी सृष्टि पुकारते एक ही नाम को, हर एक जुबान ये गाएगी, यीशु पवित्र है। स्वर्गदूत और सारी सृष्टि पुकारते नाम को, हर एक जुबान ये गाएगी, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, मेरा यीशु
ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതം അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല സമയത്തിനായി കർത്താവെ, ഞങ്ങൾ അങ്ങേ നാമത്തെ വാഴ്ത്തുകയാണ്. കർത്താവെ, ഈ ഒരു നല്ല പ്രഭാതം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവെ, അവിടുത്തെ ദൈവം എല്ലാ ദിവസവും പുതുതാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോർഡ് ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ഫാദർ. ഹല്ലേലൂയ. കർത്താവെ, അവിടുത്തെ വലിയ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങ് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം കർത്താവിൽ സന്തോഷിപ്പാൻ, ആനന്ദിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയായ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന തന്നെ മക്കളെ ദൈവം ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇവരുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ സ്വർഗം ബലപ്പെടുത്തണമേ. കർത്താവെ, അങ്ങിൽ നിന്ന് പ്രാപിച്ച് സ്വർഗീയ മന്ന കഴിച്ച് പുഷ്ടിയുള്ളവരായി ബലം ധരിച്ച് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവമേ ദിവസങ്ങളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളോട് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇഷ്ടപ്പെടുന്നത് കർത്താവ് ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ അവിടുന്ന് തുറക്കണമേ. കർത്താവേ ദൈവമേ, ഞങ്ങൾക്ക് ദൈവഹിതപ്രകാരം ഞങ്ങൾക്ക് ആത്മാമണ്ഡലത്തിൽ കാണേണ്ടതിന് ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ച് അറിയുവാൻ തക്കണം കർത്താവെ, ഞങ്ങൾ ഹൃദയദൃഷ്ടികളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങിൽ ഉറ്റിരിപ്പാൻ തക്കണം, അങ്ങ് ഞങ്ങളെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം, സന്തോഷം, ദൈവമേ സമൃദ്ധി, ആനന്ദം, സൗഖ്യം, വിടുതൽ കർത്താവെ എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ജീവിതങ്ങളിലേക്കും പകരപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, അസ്ഥിരതയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും സ്ഥിരമായിരിക്കുന്ന ഞങ്ങളുടെ സിയോൻ പർവ്വതമായിരിക്കുന്ന കർത്താവെ, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും കുലുങ്ങി പോകുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. ഞങ്ങൾ ജീവിതകാലം മുഴുവനും സൗഖ്യത്തോടും ആരോഗ്യത്തോടും ഇരിക്കുമെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. എല്ലാ ഭയങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. എല്ലാ നൈറ്റ് മേഴ്സിൽ നിന്ന് ദൈവം വിടുവിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, നല്ല ഓർക്കങ്ങളെ ദൈവം നൽകി കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തൻ്റെ ജനത്തെ ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഹല്ലേലൂയ, ജനം ഹല്ലേലൂയ നിരാശയിൽ അകപ്പെട്ടു പോവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ നിരാശയിൽ നിന്നും ദൈവമേ തന്നെ ജനത്തെ വിടുവിക്കണമേ. കർത്താവെ, ഒരു വ്യക്തി പോലും കർത്താവെ നിരാശയിൽ അകപ്പെട്ട് കർത്താവെ ഹല്ലേലൂയ അനർത്ഥം ചെയ്യുവാൻ ദൈവം അനുവദിക്കലേ. കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ എക്കോണമിയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ജീവിതത്തിൽ ഭാരങ്ങളാൽ ദൈവമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, മറ്റുവിധ പലവിധമായ പ്രയാസങ്ങളായിരിക്കുന്നവർക്ക് ദൈവം പുതിയ വഴികളെ ദൈവമേ തുറന്നു കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവെ തൻ്റെ ജനത്തിന് വേണ്ടി അവിടുന്ന് തുറന്നു കൊടുത്ത് കർത്താവെ സ്വർഗീയ ഭണ്ഡാരത്തിലുള്ള നന്മകൾ അവർ പ്രാപിപ്പാൻ തക്കണം സ്വർഗമെന്ന് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, കേരളം ദേശത്തെ അനുഗ്രഹിക്കണം. എല്ലാ ജലങ്ങളിൽ മേലും ദൈവമേ അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളെ ദൈവമേ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുത്തെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ മേൽ പകരണമേ അപ്പാ. കേരളം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോർഡ്, ഡിവൈൻ വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ് കർത്താവെ തന്നെ ദൈവമേ ഞങ്ങളുടെ അതോറിറ്റീസിന് നൽകണേ, ലീഡേഴ്സിന് നൽകണമേ. ഡിവൈൻ സ്ട്രാറ്റജീസ് അവർ റിപ്ലേസ് ചെയ്ത് കർത്താവെ ഞങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കുവാൻ കർത്താവിന് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. അല്ലെങ്കിൽ ഓൺലൈനിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സംരക്ഷിക്കണമേ. കർത്താവെ, അവർ ശാരീരികവും മാനസികവുമായിട്ട് കർത്താവെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നന്നായി പഠിക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ഈ കാലഘട്ടത്തിൽ ഒരു ടെൻഷനും പ്രയാസവും അവർക്കോ അവരുടെ കുടുംബത്തിലോ പ്രത്യേകിച്ച് അമ്മമാർക്കോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ കർത്താവ് ദൈവമേ സ്വർഗീയമായി കൃപ കൊടുത്ത് ബലപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ ദേശത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, എല്ലാ നാച്ചുറൽ കലാമിറ്റീസിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ എവിടെ നിന്ന് വിടുവിക്കണമേ. കർത്താവെ, രോഗത്തിൽ നിന്നും ഈ പാൻഡമിക്കിൽ നിന്നും കർത്താവ് ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമേ. കർത്താവെ, കരുണ തോന്നി വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, അവിടുന്ന് കൃപ നൽകി സഹായിക്കണമേ. ഈ മഹാമാരിയിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ ചിറകിന്റെ മറവിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ.
ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ദൈവം അതിശക്തമായി കർത്താവിൽ ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട ചാണ്ടി പാസ്റ്ററാണ്. പാസ്റ്ററെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് പ്രെയറിലേക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിൽ പ്രിയരെ, ഈ നല്ല സമയം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ വചന ശുശ്രൂഷയിൽ എനിക്കും പങ്കുചേരുവാൻ ദൈവം സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവരാജ്യത്തിൽ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവരുടെ നേതൃത്വം, അവരുടെ ലീഡർഷിപ്പിൽ ദൈവം ഈ സഭയെ വളർത്തുന്നതോർത്ത് എക്സഡസ് ചർച്ചിനെയും അതിനോട് ചേർന്നുള്ള എല്ലാവരെയും കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി വളർത്തുന്നതോർത്ത് നന്ദി പറയുന്നു. ആമേൻ. സഭയോടായിട്ട് എനിക്ക് പറയാനുള്ളൊരു പ്രത്യേക കാര്യമുള്ളത്, ഈ പ്രത്യേക സാഹചര്യത്തിൽ, ലോകത്തെങ്ങും നടക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, എന്തോ കർത്താവ് വലിയ കാര്യം ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഒരു തുടക്കമായത്. ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിൽ തോന്നുന്നു. കാര്യം എല്ലാ കാലത്തും കർത്താവിന് ഒരു പുതിയ കാര്യം ചെയ്യാനുണ്ട്. അതിൻ്റെ അകത്ത് കർത്താവിനെ സ്നേഹിക്കുന്നവരെ, കർത്താവിനെ അധികം സ്നേഹിക്കുന്നവരെയൊക്കെ കർത്താവ് ഇങ്ങനെ നോക്കുക. ദൈവവേദപുസ്തകത്തിനകത്ത് വചനത്തിൽ 2 ക്രോണിക്കിൾസിനകത്തൊരു വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. യഹോവയായ ദൈവം ഇങ്ങനെ നോക്കുക, അവൻ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം ആരെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തലമുറയെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ലോകത്തിൽ എന്ത് സംഭവിക്കുമ്പോൾ ലോകമെല്ലാം പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. അവിടെ രോഗം നടക്കുന്നു, ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നു, അവിടെ വെട്ടുക്കിളി വരുന്നു, പിന്നെ യുദ്ധങ്ങൾ, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം വചനത്തിനകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വമേറിയ പദ്ധതിയും അതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് പറയണം. ലോകത്തിൽ നമ്മളറിയാം, ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ നോക്കുന്ന ദൈവസഭയിൽ വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഇടയിലും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ഒത്തിരി പേരുടെ വിശ്വാസങ്ങളൊക്കെ തണുത്തു പോവുക. ഇതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം, വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. വേണ്ടാത്ത ഒരു കാര്യവും കേൾക്കാനായിട്ട് പോകരുത്. എന്നാൽ അതൊന്ന് നോക്കാം, അതെന്താണെന്ന് അതിന് പോലും നമ്മൾ ആ വഴിയിലോട്ട് തിരിയരുത്. ആരെങ്കിലുമൊക്കെ ദൈവദാസന്മാരെ കുറ്റം പറയുന്നതാകാം, ദൈവസഭയെ കുറ്റം പറയുന്നതാകാം, അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവകൃപയാൽ ഞാൻ പറയുക, അങ്ങനെയുള്ള ഒരു മെസ്സേജും നോക്കാൻ പോലും പരിശുദ്ധാത്മാവിനെ അനുവദിക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂലത്തിൻ്റെ എല്ലാം നടുവിൽ ഒരു ഭയങ്കര വിശ്വാസം ദൈവം തരുന്നു. ആമേൻ. ദൈവപ്രവൃത്തി, ഇതിൻ്റെ എല്ലാ ഇടയിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ഉത്സാഹം തരുന്നു. ദൈവ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണെന്നുള്ളൊരു പ്രത്യേക കാര്യം നമ്മൾ ഓർക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ അവൻ്റെ മക്കളാക്കി തീർത്തു. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ലോകക്കാരല്ല. ലോകത്തിലെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കണം. അവൻ നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, അവൻ നമ്മളോട് ഇടപെടുന്ന ദൈവമാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അവൻ്റെ ശബ്ദമുണ്ട്. അവൻ നമ്മളോട് ഇടപെടുന്ന ഓരോ സമയമുണ്ട്, ഓരോ ദിവസവും. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി നമ്മളെല്ലാവരും തീരണം എന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. ലോകത്തിൽ ഒത്തിരി ശബ്ദങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് മാറാം. നാം ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നല്ലോ. നാം ലോകത്തിന് അനുരൂപരായി തീരാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു വചനം വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്ത് ഞാൻ നിർത്താം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം.
അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്ന ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ അന്നത്തെ കാലത്ത് വളരെ ജ്ഞാനമുള്ള, ലോകത്തിൽ ഒത്തിരി പഠിത്തമുള്ള, ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച, അന്നത്തെ ഒരു പക്ഷേ ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെ എടുത്ത മനുഷ്യനായിരിക്കാം, ഒത്തിരി അറിവുള്ള മനുഷ്യനായിരിക്കാം. പക്ഷേ അവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നപ്പോൾ, ദൈവം തൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിന് പറയാനുള്ളത്, ഞാൻ ഇനിയും ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഈ ലോകത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു സ്ഥാനത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ലോകത്തിൽ പ്രശംസിപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും അവയിലൊന്നും എനിക്ക് പ്രശംസിക്കേണ്ട. ആ കാര്യങ്ങളെല്ലാം ഞാൻ, ആ പ്രശംസകളും അതിൻ്റെ കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞിട്ട്, ഇതെല്ലാം എനിക്ക് ചപ്പും ചവറുമെന്ന് ഞാൻ എണ്ണുന്നു. അതെല്ലാം ലോകത്തിൽ പ്രശംസിക്കാനൊക്കെ. ഇന്ന് പലരും ഒത്തിരി കാര്യത്തിൽ ലോക കാര്യങ്ങളിൽ പ്രശംസിക്കാനായിട്ട് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രശംസ എന്തിലാണ്? ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. എൻ്റെ യേശു എൻ്റെ ദൈവമാണ്. യേശു കർത്താവ്, അവൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ എനിക്കൊരു വീണ്ടെടുപ്പ് ലഭിച്ചു. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് നൽകിയ എനിക്ക് ലഭിച്ച വലിയ പദവി, അവൻ എന്നെ രാജകീയ പുരോഹിത വർഗമാക്കി, സ്വന്തം ജനമാക്കി. അവൻ ദൈവത്തിൻ്റെ ആ വലിയ പദവി, അതിനേക്കാൾ വലിയ ലോകത്തിൽ വേറൊരു പദവി ഇനി ഇല്ല. ആ പദവി ലഭിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവിയും പ്രശംസിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മളെപ്പോഴും യേശുവിൽ പ്രശംസിക്കുകയും യേശുവിനെ ഉയർത്തുകയും ചെയ്യുന്നവരായിരിക്കണം, മറ്റൊന്നിലുമല്ല. എനിക്ക് വീടുണ്ടെന്നോ, എനിക്ക് വണ്ടിയുണ്ടെന്നോ, എനിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ടെന്നോ, അതെല്ലാം നല്ലത് തന്നെ, അതെല്ലാം നല്ലതാണ്. ദൈവം തരുന്നതെല്ലാം നന്മയ്ക്കുമായി സ്തോത്രം ചെയ്യാം. പക്ഷെ എൻ്റെ പ്രശംസ അതല്ല. എൻ്റെ പ്രശംസ യേശു കർത്താവ്. എനിക്ക് പറയാനുള്ളത് യേശു കർത്താവ്. അതാ ആരാധന. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു, ആരാധന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണ്. ഞാൻ യേശുവിനെ കുറിച്ച് എപ്പോഴും വാചാലനാകും. എനിക്ക് അവനെക്കുറിച്ച് പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ യേശുവിനെ പ്രശംസിച്ചാലും തീരാത്തതുപോലെ അവൻ്റെ നന്മകളാണ്, അവൻ്റെ വലിപ്പം അത്ര വലുതാണ്. അതുകൊണ്ട് ഓൾവേസ് വി ഹാവ് ടു ബി സ്പീക്ക് അബൌട്ട് ജീസസ്. അവൻ്റെ വചനം, അവൻ പറഞ്ഞ വാക്കുകൾ, അവൻ്റെ ശക്തി, അവൻ്റെ വലുമ എപ്പോഴും പ്രശംസിക്കുന്നവരായിത്തീരണം. അതാ നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നവരായിത്തീരണം. അവൻ വലിയവൻ, അവൻ ഉന്നതൻ, അവൻ പരിശുദ്ധൻ, അവൻ നീതിയുള്ളവൻ, അവൻ ദയയുള്ളവൻ, അവനെപ്പോലെ വേറെ ആരുമില്ല. അവൻ യേശുവിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുവാൻ, നമ്മൾ ലോകകാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് സമയമില്ല. അവൻ യേശുവിനെ നമ്മളെപ്പോഴും ഉയർത്തുന്നവൻ. നമ്മുടെ ഓഫീസിലായിക്കോട്ടെ, നമ്മുടെ ജോലി സ്ഥലത്ത്, മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ഫീൽഡിലായിക്കോട്ടെ, എവിടെയും യേശുവിനെ ഉയർത്താനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരണം. അതിനുള്ള ബോൾഡ്നെസ് തരണം. അങ്ങനെയുള്ളൊരു സ്നേഹം ദൈവം തരണം. അതുകൊണ്ട് ദൈവവചനം പൗലോസ് പറയുന്നത്, ആ യേശുവിനെ താൻ പ്രസംഗിക്കുമ്പോൾ ഭയത്തോടും ബലഹീനതയോടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ 20 വർഷമായിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ഞാൻ 20 വർഷമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, പ്രസംഗിക്കാൻ. പക്ഷേ ഇന്ന് ഞാനൊരു പ്രസംഗത്തിന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സൺഡേ പ്രസംഗിക്കാനോ ഏതെങ്കിലും ഒരു സമയത്ത്, എനിക്ക് അറിയത്തില്ല, ഞാൻ ഭയത്തോടെ, ഞാൻ പുതിയതായിട്ട് പ്രസംഗിക്കാൻ പോകുന്ന ഒരാളെ പോലെ ഞാൻ സ്റ്റേജിൽ പോകുന്നത്. എൻ്റെ പഴയ അറിവുകളൊന്നും അല്ല എന്നെ പ്രസംഗിക്കാൻ. എല്ലാ ദിവസവും ഭയത്തോടെ, കർത്താവേ, ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ വിചാരമല്ലല്ലോ ജനത്തിന്, ഇന്നലെ കണ്ടവരല്ലല്ലോ, ഇന്നലത്തെ പോലെ അല്ലല്ലോ ജനം, ഇന്ന് അവർക്ക് വേണ്ടത് എൻ്റെ അകത്തൂടെ, എൻ്റെ ഉള്ളത്തിലൂടെ തരണമേ എന്ന് പറഞ്ഞ് അവൻ പുതിയതായി പ്രസംഗിക്കാൻ വരുന്ന പോലെ ഭയത്തോടെ വരുന്നത്. എനിക്ക് പഴയ പരിചയങ്ങളൊന്നും വെച്ചല്ല പ്രസംഗം.
ആമൻ കർത്താവ് ഒരു ദിവസം ഓരോ ദിവസവും പുതിയത് തരുന്ന ഭയത്തോടെ, ആമൻ ബലഹീനതയോടെ. ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനത ഉണ്ട്. ആ ബലഹീനത നമ്മൾക്ക് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാനാ, അല്ലാതെ ബലഹീനത ദോഷത്തിന് കാരണമാകാനല്ല. പൂർണ്ണമായിട്ട് ഐ ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്. യേശുവിൽ ഞാൻ ആശ്രയിക്കുക. എനിക്ക് അവനിൽ ആശ്രയിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ വാക്ക്, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ആമേൻ. പൗലോസ് പ്രസംഗിക്കുന്ന യേശു ആ ശക്തിയായി അവൻ്റെ പ്രവൃത്തി മാനിഫെസ്റ്റ് ചെയ്യുക. ആ പ്രവൃത്തി എന്താ? ഞാൻ പറയുന്നത് രോഗസൗഖ്യമാകാം, വിടുതലാകാം, പൈശാചിക ബന്ധനത്തിൽ ജനം വിടുവിക്കപ്പെടുന്നതാകാം. അതിനേക്കാളൊക്കെ ഉപരി ഓരോ വ്യക്തികളുടെയും മാനസാന്തരമാണ്. വ്യക്തികളുടെ മാനസാന്തരം മാത്രമല്ല, പൗലോസിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി, പൗലോസിൻ്റെ മേൽ ആയിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിപ്പം. പൗലോസ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലം തന്നെ ട്രാൻസ്ഫോം ആകുക. എഫെസോസിൽ പൗലോസ് ചെല്ലുമ്പോൾ അവിടുത്തെ അർത്തമീസ് ദേവിയുടെ മഹത്വം പോയി. ദമത്രിയോസ് എന്ന് പറയുന്ന വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽക്കുന്നവൻ്റെ ബിസിനസ് പോയി. പൗലോസ് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, വ്യക്തികളുടെ ട്രാൻസ്ഫോർമേഷൻ. അവിടെ നമ്മൾ കാണുന്നത് 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 19 കാണുന്നത്, അവിടെയുള്ള മന്ത്രവാദികളും ആഭിചാരകന്മാരും എല്ലാം അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ചുട്ടുകരിച്ചത് 50,000 ദിനാറിൻ്റെ. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്, എന്തൊരു വലിയ പരിവർത്തനമാണ് നടക്കുന്നത്. ഈ നാളുകളിൽ നമ്മളിലൂടെ അത് സംഭവിക്കണം. ആമേൻ. നമ്മളുടെ ജീവിതത്തിലൂടെ ഈ കാര്യങ്ങൾ സംഭവിക്കും. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ നാം നിറഞ്ഞ്, ആമേൻ, പൗലോസ് പറയുന്ന ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിലാണ്. പൗലോസ് എവിടെ ചെന്നാലും, ഏത് പ്രതികൂലത്തിൽ, തനിക്ക് ഒത്തിരി പേഴ്സിക്യൂഷനൊക്കെ അനുഭവിക്കണം കർത്താവിൽ. പക്ഷേ ആ മനുഷ്യൻ, ആ ദൈവദാസൻ, ആ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ അവിടെയൊക്കെ പൗലോസിന് വിജയവും, അവിടെയൊക്കെ തന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു യേശുവിലൂടെ എന്നെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു ജയിലിനോ ഒരു കഷ്ടതയ്ക്കോ ഒരു പ്രതികൂലത്തിനോ ഒന്നും പൗലോസിനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. കാരണം പൗലോസ് യേശുവിലാണ് ജീവിച്ച്, യേശു തൻ്റെ ഉള്ളത്തിൽ, യേശു തൻ്റെ ഹൃദയത്തിൽ, യേശുവിനെ കൊണ്ട് നടക്കുന്ന, യേശുവിലാണ് തൻ്റെ ആശ്രയം. ക്രൂശിക്കപ്പെട്ട യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ആ യേശുവിനെ ഉയർത്തുന്നത് മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിലെ. ആ യേശുവിനെ പോലെ ആകുന്നതായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെയുള്ളൊരു ജീവിതം കഴിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പ്രതികൂലത്തിലൊന്നും പരാജയമല്ല, ഏത് സാഹചര്യത്തിലും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2 കൊരിന്ത്യർ 2:14 പറയുന്ന, ക്രിസ്തു യേശുവിലൂടെ തന്നെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും, ജയം മാത്രമല്ല ജയത്തിൻ്റെ ഉത്സവമാണ്. അതുകൊണ്ടാണ് പൗലോസിന് ജയിലിൽ കിടന്നും പറയാൻ പറ്റുന്നത്, സന്തോഷിപ്പീൻ. ഞാൻ നിങ്ങളോട് പിന്നെയും പറയാ, സന്തോഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ജയിലിനകത്ത് കിടന്നും സന്തോഷിക്കുന്ന ഒരു പൗലോസ്. എന്താ കാര്യം? തന്നെ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും, പിശാചിനോ മനുഷ്യനോ അധികാരത്തിനോ ഒന്നും പരാജയപ്പെടുത്താൻ കഴിയാതെ താൻ ക്രിസ്തുവിൽ ജയാളിയാ. യേശുവിലായ ഒരു വ്യക്തിക്ക് ഇനി പരാജയമില്ല. യേശുവിൽ ജീവിക്കുന്ന, യേശുവിനോട് കൂടെ ജീവിക്കുന്ന, മരണത്തിനു പോലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ജയം നൽകിയ യേശു, മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശു, അവൻ നമ്മുടെ കൂടെ. യേശു പറഞ്ഞു, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. അവൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വലുത്. അവനെ കൊണ്ട് നടക്കുന്നത്, അവൻ്റെ കൂടെ നടക്കുന്നത്, അവൻ്റെ സാന്നിധ്യം ചുമക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരും യേശുവിൻ്റെ ശുശ്രൂഷക്കാരാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് ശുശ്രൂഷയുണ്ട്. നമ്മുടെ ശുശ്രൂഷ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളാക്കി മാറ്റുവാൻ, പ്രദർശനങ്ങളായി മാറുവാൻ
കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഓഫീസിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ചെല്ലുന്ന വീടുകൾക്കൊരു പരിവർത്തനം, വ്യക്തികൾക്കൊരു പരിവർത്തനം, അങ്ങനെ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ഡൽഹിയിൽ, നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇത് പലയിടത്തും കാണാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, 2000 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് എഴുതിയ വേദപുസ്തകത്തിലെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് അവൻ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. പ്രതികൂലമുണ്ട്, അവൻ പ്രതിസന്ധിയുണ്ട്, പക്ഷേ അവിടെയൊക്കെ ജയം തരുന്നൊരു യേശു. നമ്മൾക്ക് പരാജയമില്ല, നമുക്ക് ക്രിസ്തുവിൽ എപ്പോഴും ജയാളികളാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശുവിലൂടെ നമ്മൾ എല്ലാം ഇപ്പോഴും ജയോത്സവമായി നടത്തുന്ന യേശുവിൽ നമുക്ക് വിജയമാണ്. ആമേൻ. ബൈബിളിനകത്ത് നമ്മൾ കാണുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് 7 സഭകൾക്ക് എഴുതുമ്പോൾ, ഓരോ സഭയ്ക്കും എഴുതുമ്പോൾ കർത്താവ് യേശു പറയുന്നത്, ജയിക്കുന്നവന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് കൂടെ ഉള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. നമുക്കെപ്പോഴും ജയമാണ്, പരാജയമില്ല. ലോകത്ത് ഒരു പിശാചിന് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. എപ്പോഴാണ്? നാം യേശുവിൽ ജീവിക്കുമ്പോൾ, അവൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ, അവൻ്റെ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, യേശുവിനെ കൂടുതൽ നാം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നാം ജയാളികളായി ജീവിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഈ നാളുകളിൽ കർത്താവ്, ആമേൻ, എക്സഡസ് ചർച്ചിനെയും എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും, ആമേൻ, ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കും. നമ്മൾ ആത്മാവിൻ്റെ ശക്തി പ്രദർശനമായി മാറട്ടെ. ആമേൻ. നമ്മുടെ വാക്കുകൾ, ആമേൻ, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി നാം ചെല്ലുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ, ട്രാൻസ്ഫോർമേഷൻ നടക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം ഞങ്ങളെല്ലാം ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, എന്നെ ശ്രവിക്കുന്ന മുഴുവൻ പേരും അന്ത്യകാല ഉണർവിൻ്റെ ഭാഗമായിരിക്കാൻ, അതിൻ്റെ മുൻപന്തിയിൽ നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്തതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് പാസ്റ്റേഴ്സ്. താങ്ക് യു. വലിയൊരു ദൈവ പ്രവർത്തിക്കായി കർത്താവ് നമ്മളെ ഒരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയൊരു പരിവർത്തനം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടതിന്, ഞങ്ങളുടെ രാജ്യത്ത് സംഭവിക്കേണ്ടതിന്, ഞങ്ങളുടെ സിറ്റിയിൽ സംഭവിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ടുമോറോ മോർണിംഗ് at 9:30 പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ സൺഡേ സർവീസിനായി നമുക്ക് ഒരുമിച്ച് വരാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.